Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. ചുങ്കത്തറ കണയം കൈ കോളനിക്ക് അഭിമാന നിമിഷം. കോളനിക്കാരുടെ ദിവ്യ ഇനി ഡോക്ടർ ദിവ്യ. കണയം കൈ ആദിവാസി കോളനിയിലെ പരേതനായ ഉണ്ണികൃഷ്ണൻ എന്ന പരമേശ്വരന്റെയും ലീലയുടെയും 5 മക്കളിൽ മൂന്നാമത്തെയാളായ ദിവ്യ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് MBBS പഠനം പൂർത്തിയാക്കിയത്. തൊഴിലുറപ്പ് ജോലി ചെയ്തു വരുന്ന മാതാവും തന്റെ സഹോദരങ്ങളും നൽകുന്ന പിന്തുണയാണ് ഡോക്ടറാകാനുള്ള തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതെന്ന് ദിവ്യ പറയുന്നു. 6ാം ക്ലാസ് വരെ നവോദയയിൽ പഠിക്കാനായതും ദിവ്യയ്ക്ക് തുടർ പഠനത്തിന് പ്രചോദനമായി. കേരള മഹിളാ സമാഖ്യയുടെ പിന്തുണയും ചെറുതല്ല. കോട്ടയ്ക്കലിലാണ് കോച്ചിംഗ് ക്ലാസുകൾക്ക് അവസരം ലഭിച്ചത്. പാവപ്പെട്ട ആളുകൾക്ക് ചികിത്സ നൽകാനുള്ള അവസരമായാണ് ഡോക്ടർ എന്ന പദവിയെ കാണുന്നതെന്നും ദിവ്യ പറഞ്ഞു. ഇനി 1 വർഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹൌസ് സർജനായി സേവനം ചെയ്യും. തുടർന്ന് PG ഉൾപ്പെടെ എടുത്ത നല്ലൊരു ഡോക്ടറാകണമെന്നാണ് ദിവ്യയുടെ ആഗ്രഹം. ഞാൻ ദിവ്യ. ഞാൻ സ്കൂളൊക്കെ പഠിച്ചിരുന്നത് നവോദയയിലായിരുന്നു, +2 വരെ. അത് കഴിഞ്ഞിട്ട് എൻട്രൻസ് കോച്ചിങ്ങിന് ചേർന്നത് കോട്ടയ്ക്കൽ യൂണിവേഴ്സിറ്റിയിലാണ്. അവരെ എന്നെ ഫ്രീ ആയിട്ടാണ് പഠിപ്പിച്ചിരുന്നത്. അതിനുശേഷം നീറ്റ് എഴുതിയിട്ട് കാറ്റഗറിയിൽ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. എന്നിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. അപ്പോൾ ഈ നീറ്റിനും ഇതിനൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചത് കേരള മഹിളാ സമിതിക്കാരായിരുന്നു. അവർ റെക്കമെൻഡ് ചെയ്തിട്ടായിരുന്നു എനിക്ക് കോട്ടയ്ക്കൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയത്. അതിനുശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ഫൈനൽ ഇയർ വരെ പഠിച്ച് പാസ്സായി. ഇപ്പോൾ ഈ മാസം ജൂണിൽ ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇനി ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് PGയും കൂടെ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഇവിടം വരെ എത്തിയത്. ഇപ്പം MBBS പഠിക്കുമ്പോൾ തന്നെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്തിട്ടാണ് പഠിച്ചത്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ എന്നെപ്പോലെ ഒരുപാട് സാമ്പത്തിക പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന പിള്ളേർക്ക് നല്ല രീതിയിൽ ഉയർന്നു വന്ന് ഉയരങ്ങളിലേക്ക് എത്തിക്കാനുള്ള എല്ലാവിധ സപ്പോർട്ടും ഞാൻ ഒരു വലിയ നിലയിൽ എത്തിക്കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റാവുന്ന പോലെ ഞാൻ ചെയ്തു കൊടുക്കും. നിഷ, ദീപ, വിമൽകുമാർ, ചിത്ര എന്നിവരാണ് സഹോദരങ്ങൾ. ചിത്ര ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിന് പഠിക്കാൻ ഒരുങ്ങുകയാണ്. നിഷ നിലമ്പൂർ ജില്ലാശുപത്രിയിലെ ST പ്രൊമോട്ടറാണ്. ജില്ലയിൽ പണിയർ വിഭാഗത്തിൽ നിന്നുള്ള 2ാമത്തെ വനിതാ ഡോക്ടറാണ് ദിവ്യ. നിലമ്പൂർ IGMMR സ്കൂളിൽ നടന്ന ചടങ്ങിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ദിവ്യയെ ഉപഹാരം നൽകി ആദരിച്ചു. ഈസ്റ്റ് ലൈവ്, എടക്കര.